ചോദ്യങ്ങൾ പ്രവചിച്ചതാണെന്ന ഷുഹൈബിന്റെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു. അറസ്റ്റിന് മുൻപേ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയ ഷുഹൈബിനെ ചോദ്യം ചെയ്തപ്പോൾ ചോദ്യം ചോർന്നെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ കുറ്റം ചെയ്തതും ഉത്തരവാദിത്തവും രണ്ടാം പ്രതി ഫഹദിന് മാത്രമെന്നാണ് മൊഴി നൽകിയത്. ഷുഹൈബിന്റെ പങ്കിനെക്കുറിച്ചും മറ്റ് സ്ഥാപനങ്ങൾക്ക് ചോദ്യപേപ്പർ ചോർച്ചയിൽ പങ്കുണ്ടോയെന്നും അന്വേഷിക്കുമെന്ന് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടി പറഞ്ഞു. ചോർച്ചയായിട്ടുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്, തീർച്ചയായും സമ്മതിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള ക്രിസ്മസ് പരീക്ഷയാണ്. ക്രിസ്മസ് പരീക്ഷയിൽ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതായിട്ടുള്ള വ്യക്തമായിട്ട് തെളിവുകളുണ്ട്. അതിനെപ്പറ്റി തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഷുഹൈബിനെ റിമാൻഡ് ചെയ്തു. ഷുഹൈബിനും നാലാം പ്രതി അബ്ദുൾ നാസറിനുമായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകി. ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാനാണ് നീക്കം. അതേസമയം തന്നെയും തന്റെ സ്ഥാപനത്തെയും തകർക്കാനുള്ള ഗൂഢലക്ഷ്യമാണെന്ന് ആവർത്തിച്ചു പറയുന്നു ഷുഹൈബ്. എന്റെ MS സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതെ, അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. പേര് ഞാൻ പറയൂല. ആ സ്ഥാപനം എന്റെ നാട്ടിലൊരു നേതാവിന് 5 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്. ആ സ്ഥാപനം ചോദ്യങ്ങൾ ചോർന്ന മലപ്പുറം മേൽമുറിയിലെ മാ അദീൻ ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെ വകുപ്പുതല അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് വ്യക്തമായാൽ നടപടിയുണ്ടാകും. നേരത്തെ അറസ്റ്റിലായിരുന്ന രണ്ടാം പ്രതി ഫഹദിനും മൂന്നാം പ്രതി ജിഷ്ണുവിനും കോഴിക്കോട് ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്ന ഉറപ്പിന്മേലാണ് ജാമ്യം. ഫഹദ് നേരത്തെ മാ അദീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപകനായി ജോലി ചെയ്തിരുന്നു. അതാണ് അബ്ദുൾ നാസർ വഴി ചോദ്യം ചോർത്തിയെടുക്കൽ എളുപ്പമായത്. +1 സയൻസിന്റെ ചോദ്യപേപ്പർ ചോർത്തിയെന്ന കുറ്റമാണ് പ്രതി സമ്മതിച്ചത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.